ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി കർക്കിടക സ്പെഷ്യൽ ഉലുവച്ചോറാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഉലുവച്ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം കയ്പൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഉലുവയൊക്കെ തലേന്നേ കുതിർത്ത് വെച്ചെടുത്തതാണ്, വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. ഇനി 1 കപ്പ് ഉലുവയും 1 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് നുറുക്കുമാണ് എടുത്തത്. ഇനി ഇത് മൂന്നും ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഓവർ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനിതാ കുറച്ച് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഏകദേശം ഒരു 10 വിസിലൊക്കെ അടുപ്പിച്ച് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിരുന്നേ. ഇനി ഇതെന്താ സ്ഥിതി എന്നൊന്ന് നോക്കാം. ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉലുവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ട് അടിയിലൊന്നും അധികം പിടിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ആവശ്യമുണ്ട്. അതിനു വേണ്ടി ഞാനിതാ 1 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകവും ഏലക്കായും ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര മെൽറ്റ് ചെയ്തതും. ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിയാണ്. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നെയ്യ് തന്നെ ചേർക്കുന്നത് നല്ലത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകവും ഏലക്കായും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചിരവി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരയിൽ ഈ തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളപ്പിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാം. അങ്ങനെ ഇതാ ഉലുവച്ചോറൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. അടിപൊളിയാണ്. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തസ് കുക്ക് ആൻഡ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.